ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോട്ട് ടേക്കിംഗ് മെത്തേഡ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഡെയിലി സ്റ്റഡി സീരീസിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇന്നൊരു നോട്ട് ടേക്കിംഗ് ആണ് കാണിക്കുന്നത്. നമ്മൾ വിഷ്വൽ ലേണേഴ്സിന്, അതായത് ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്സ് ഒക്കെ കാണാനും കണ്ടുപഠിക്കാനും പിന്നെ അതേപോലെ ഹൈലൈറ്റ് ചെയ്യാനും കളർ കോഡ് ചെയ്ത് പഠിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടിയും ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന നോട്ട് ടേക്കിംഗ് മെത്തേഡ്. ഞാനപ്പോൾ കൂടുതലും ഫ്ലോ ചാർട്ട്സ്, ഡയഗ്രാംസ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ കുറവായിരിക്കും. പോയിൻറ്റ്സ് വൈസ് കുറച്ച് കുറവുണ്ടാവും. ഡയഗ്രാംസും ഫ്ലോ ചാർട്ട്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് ഒറ്റ സ്ട്രൈക്കിൽ നമുക്ക് കുറേ പോയിൻറ്റ്സുകൾ ഓർക്കാൻ പറ്റും. കുറച്ചും കൂടി നമുക്ക് ഇപ്പോൾ എക്സാമിനൊക്കെ എഴുതാനിരിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ ആ ഒരു ഫ്ലോ ചാർട്ടായിട്ട് എഴുതിയതും ആ കളർ കോഡും ഏത് കളറാണ് യൂസ് ചെയ്തതെന്നും അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ അതിനെ എഴുതുകയാണെങ്കിൽ ആ പോയിൻറ്റ്സൊക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒരു പാരഗ്രാഫ് ആണെങ്കിൽ നമ്മൾ അതിൽ ഏതെങ്കിലുമൊക്കെ പോയിൻ്റ് മിസ്സായി പോവും. നമുക്ക് ആ കംപ്ലീറ്റ് ആയ പാരഗ്രാഫ് ചിലപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു മൈൻഡ് മാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 5-6 പോയിൻറ്റ്സ് മാത്രം മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഇതാവുമ്പോൾ നമുക്ക് മാക്സിമം അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡയറക്ഷൻസ് ആലോചിച്ചിട്ട് ഒരു 6 പോയിൻറ്റ്സ് ഉണ്ട്. ആ 6 പോയിൻറ്റ്സ് ഏതാണെന്ന് നമുക്ക് ആലോചിച്ച് റീകളക്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ മാക്സിമം അങ്ങനത്തെ സ്റ്റഡി മെത്തേഡ്സ് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള നോട്ട്സുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ അങ്ങനെ നമ്മുടെ നോട്ട് ഉണ്ടാക്കുന്നതായിരിക്കും എളുപ്പം. എന്നുവെച്ചാൽ നമുക്ക് എപ്പോഴും അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്സുകളും അങ്ങനത്തെ രീതിയിൽ നമുക്ക് ക്ലാസ്സിൽ നിന്ന് നോട്ട് കിട്ടുന്നൊന്നും ഒരു ഉറപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടിയ നോട്ട്സും ടെക്സ്റ്റൊക്കെ വെച്ചിട്ട് നമുക്കുള്ള ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി എഴുതുക. അപ്പോൾ റിവിഷൻ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് മെത്തേഡാണോ ഏറ്റവും ഇഷ്ടം ആ മെത്തേഡിലേക്ക് മാറ്റി എഴുതുക. ഇപ്പോൾ ലോങ് പാരഗ്രാഫ്സ് പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ വെറുതെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെറുതെ ഇങ്ങനെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനും പഠിക്കാനും പറ്റുന്നുണ്ടാവും. പക്ഷേ വിഷ്വൽ ലേണേഴ്സ് വരുമ്പോൾ, അതായത് ഇങ്ങനെ ഡയഗ്രാംസ് ഒക്കെ കണ്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടിയും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളെങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് പറയണം. അതായത് നോട്ട്സൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കാറെന്നുള്ളത് പറയണം. ചിലർ നോട്ട് പോലും എഴുതാറില്ല. ഈവൻ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പോലും വായിച്ച് പഠിക്കുന്നവരുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അവർക്കെല്ലാം മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ നോട്ട് ഉണ്ടാക്കി വെറുതെ സമയം കളയണമെന്നില്ല. എന്നുവെച്ചാൽ എല്ലാവരും പറയും നിങ്ങളോട് സ്റ്റഡി നോട്ട്സ് ഉണ്ടാക്കണം, പഠിക്കുമ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കണം, റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കി വെക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കണം എന്നൊക്കെ പറയും. അത് നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾക്കത് ആവശ്യമുണ്ടോ, നമ്മളത് പിന്നെ നോക്കുമോ, നമുക്കതുകൊണ്ട് ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കുക. കാരണം ഇതേപോലെ ഇപ്പോൾ അട്രാക്റ്റീവായിട്ടും ഡയഗ്രാംസൊക്കെ വരച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല, അത് നിങ്ങൾ നോക്കില്ല പിന്നെ അത് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് കാഷ്വലായിട്ട് ക്ലാസ്സിൽ എഴുതിയ ലെക്ചർ നോട്ട് തന്നെ വായിച്ച് എക്സാമിന് പോകാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് തന്നെ വായിച്ച് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അവർ നോട്ട്സും ടെക്സ്റ്റും ഒക്കെ തന്നെ വെച്ച് പഠിക്കുക. ചിലവർക്ക് ടെക്സ്റ്റിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് എഴുതാനുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ പഠിക്കുന്ന നോട്ടിൻ്റെ തന്നെ സൈഡിൽ എഴുതിയിടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വെറുതെ റഫായിട്ട് ബുക്കിൽ എഴുതിയിട്ടിടുന്നവരുണ്ടാവും. ഇങ്ങനെ എന്ത് മെത്തേഡ് ഫോളോ ചെയ്താലും പ്രശ്നമില്ല. ചിലപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് കണ്ടിട്ട് ഇത് നല്ല രസമുണ്ട്, ഈ കുട്ടിക്ക് നല്ല മാർക്കുണ്ട് അങ്ങനെ പഠിച്ചിട്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും അങ്ങനെ പഠിക്കാം എന്ന് വിചാരിക്കുന്നതിൽ ഒരു കാര്യമില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ പഠിക്കുന്ന മെത്തേഡ് ആയിരിക്കില്ല നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള മെത്തേഡ്. ചിലപ്പോൾ ആ മെത്തേഡിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര കാര്യമായിട്ട് ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നേരെ മറിച്ച് നിങ്ങളുടേതായ മെത്തേഡ്, നിങ്ങൾ പല മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നോട്ട് എഴുതി പഠിച്ചു നോക്കുക, വെറുതെ വായിച്ച് പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ ഇതേപോലെ കളർഫുള്ളായിട്ട് നോട്ട് എഴുതി പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ വെറുതെ കാഷ്വലായിട്ട് നോട്ട് എഴുതി പഠിച്ചു നോക്കുക. എന്ത് മെത്തേഡിൽ പഠിച്ചാലും പ്രശ്നമില്ല. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക ഏത് മെത്തേഡിൽ പഠിച്ചിട്ട് എക്സാം എഴുതുമ്പോഴാണ് ഏറ്റവും മാർക്കുള്ളതെന്ന്. അതായത് ഇപ്പോൾ ക്ലാസ് ടെസ്റ്റുകൾ ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും എക്സാംസ് ഒക്കെ പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനെ മിഡ് ടേം എക്സാംസ് പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ എക്സാംസുകൾ ഉണ്ടാവില്ലേ, കുട്ടി എക്സാംസ്, അതിലൊക്കെ നിങ്ങളെ പാറ്റേൺസ് മാറ്റി നോക്കുക. അതുപോലെ ചില കുട്ടികൾക്ക് എല്ലാ ദിവസവും പഠിക്കേണ്ടി വരും. ചിലവർക്ക് എക്സാമിൻ്റെ ആ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് മാത്രം വായിച്ചാൽ മതിയാവും. അങ്ങനെ എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ പല ടൈപ്പിലാണ്. അപ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
പഠിക്കാൻ ഇപ്പോൾ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി പോലും ശരിക്കും ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മെത്തേഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് സമയം എടുത്തേക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആ മെത്തേഡ് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ നോട്ടിൽ ഇപ്പോൾ നിങ്ങൾ കളർ കോഡ് ചെയ്താലോ കളറൊക്കെ യൂസ് ചെയ്ത് ഹൈലൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്താൽ കുഴപ്പമില്ലാത്ത ക്ലാസ്സിലെ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു സ്കൂളിലെ കുട്ടികൾക്ക് കൂടുതലും അത് സമ്മതിക്കാൻ ചാൻസ് ഇല്ല. കോളേജിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കളർഫുള്ളായിട്ട് എഴുതിയാലൊന്നും ആരും ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്താലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് ഈ മെത്തേഡ് നിങ്ങളുടെ നോട്ടിലൊക്കെ തന്നെ ട്രൈ ചെയ്യാം. അതല്ല സ്കൂളിൽ പഠിക്കുന്നവർ അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും നോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട്സിൽ അല്ലെങ്കിൽ റിവിഷൻ നോട്ടിൽ ഇതേപോലെ കളർഫുള്ളായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ പെൻസും സ്കെച്ചസും ഒക്കെ ഉപയോഗിച്ചിട്ട് കളർഫുള്ളായിട്ട് പടമൊക്കെ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. ഇത്രയും ടൈം ഞാൻ സ്പെൻഡ് ചെയ്തതാണ്, അപ്പോൾ ഇതിന് എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ട് ഇതിനെന്തെങ്കിലും റിസൾട്ട് കൊണ്ടുവരണം എന്ന് നമുക്കൊരു തോന്നൽ വരും. ആ തോന്നൽ തന്നെ മതി നമുക്ക് ഇൻസ്പയർ ആയിട്ട് പഠിക്കാൻ. അറ്റ്ലീസ്റ്റ് 2 പേര് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ നോട്ട് കാണാനായിട്ട്, അയാൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യല്ലേ നോട്ട്സൊക്കെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. നമ്മളെ കൊണ്ട് എന്തൊക്കെയോ പറ്റും എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പാരഗ്രാഫായിട്ട് എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് പാരഗ്രാഫായിട്ട് എഴുതാം കേട്ടോ. അതല്ല എല്ലാം ഫ്ലോ ചാർട്ടായിട്ട് എഴുതിയാലും ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം, ആരാ ചോദിക്കാൻ വരിക, ആരും ചോദിക്കാൻ വരില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള മെത്തേഡിൽ നോട്ട് എഴുതുകയാണ്. ഇതാർക്കും ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും കാണിക്കാനോ ആരെയും ബോധിപ്പിക്കാനോ അല്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നോട്ടാണ്. അപ്പോൾ അതിലെന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും എന്ത് കുറവുകളുണ്ടെങ്കിലും അതൊന്നും ആരെയും ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അത് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളത് ചെയ്യുക. ഇതിപ്പോൾ ഞാനുണ്ടാക്കിയ നോട്ടിൽ ഓൾറെഡി PPT ആണ്, കുറച്ച് നോട്ട്സേ ഉള്ളൂ. അതിന് ഞാൻ ഒന്നും കൂടി കട്ട് ഷോട്ട് ചെയ്ത് കുറച്ചും കൂടി ഫ്ലോ ചാർട്ട്സും ഡയഗ്രാംസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എനിക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ ആ നോട്ട് മാറ്റി. ഇനിയിപ്പോൾ എനിക്ക് ഈ നോട്ടൊന്ന് ജസ്റ്റ് മറിച്ച് നോക്കിയാൽ മതി, എനിക്കെല്ലാം ഓർമ്മയുണ്ടാവും. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ ഈ ചാപ്റ്റർ ഓർമ്മ വരും. ഇപ്പോൾ എക്സാം ടൈമിലായാൽ പോലും ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞാക്കി, അതായത് ഷോർട്ടാക്കി എല്ലാം പോയിൻറ്റ്സ് എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് തപ്പിയെടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഒരുപാട് സമയം പോവും. നേരെ മറിച്ച് ഇങ്ങനത്തെ നോട്ട്സ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് നോട്ടൊക്കെ വായിച്ച് പഠിച്ച് വരുന്ന ടൈമിൻ്റെ പകുതി അല്ലെങ്കിൽ അതിൽ കുറവ് മതിയാവും ഇങ്ങനത്തെ നോട്ട്സ് എക്സാമിൻ്റെ സമയത്ത് നോക്കണമെങ്കിൽ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇങ്ങനത്തെ നോട്ട്സ് നോക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവണമെങ്കിൽ, കാരണം നമ്മൾ എല്ലാം ഷോർട്ടാക്കി എഴുതിയിരിക്കണേ. എക്സാമിന് നമുക്ക് ഇതേപോലെ അങ്ങനെ അങ്ങോട്ട് പകർത്തി എഴുതാൻ പറ്റില്ല. എക്സാമിന് നമ്മൾ എന്തായാലും ഇലാബറേറ്റ് ചെയ്ത് വലുതാക്കി എന്നുവെച്ചാൽ ഇപ്പോൾ 10 മാർക്കിന് 5 മാർക്കിന് ക്വസ്റ്റ്യൻ്റെ ഇതനുസരിച്ച് നമ്മൾ എഴുതാനായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുമ്പേ പഠിച്ചതിന് ശേഷം മാത്രം ഇങ്ങനത്തെ നോട്ട്സ് നോക്കി ലാസ്റ്റ് ടൈമിൽ റിവൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്